Income and expenditure account of Youth Club for the year ended 2016 is as follows. Salaries, general expense, audit fees, secretary honorarium, printing and stationery, annual dinner expenses, interest and bank charges, depreciation, surplus. By subscription, entrance fee, contribution for annual dinner, annual sports meet receipts. The account had been prepared after following adjustments. Subscription outstanding at the end of 2015. Subscription received in advance on 31st December 2015. Subscription received in advance 31st December 2016. Subscription outstanding on 31st December 2016. Salary outstanding at the beginning and end of 2016 were respectively rupees 400 and rupees 450. General expense include insurance prepaid to the extent of rupees 60. Audit fee for the year 2016 is unpaid. During 2016, audit fee for 2015 was paid, amounting to rupees 200. The club owned a freehold lease ground valued rupees 10,000. The club had sports equipment on 1st January 2016 that is valued at rupees 2,600. At the end of the year, after depreciation, this equipment amounted to rupees 2,700. In 2015, the club has raised a bank loan of rupees 2,000. This was outstanding throughout 2016. On 31st December 2016, cash in hand amounted to rupees 1,600. You are required to prepare receipts and payments account for the year 2016 and balance sheet at the end of the year. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ചില സംഭവങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ട്. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് സാലറി ആണ്. 4,750 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ തന്നിരിക്കുന്നത്. പക്ഷേ സാലറിയിൽ ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, എൻഡിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഒരു എക്സ്പെൻസ് എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു എക്സ്പെൻസ് പെയ്ഡ്, ഒരു സാലറി ആണെങ്കിൽ സാലറി പെയ്ഡ്, സാലറി പെയ്ഡിന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് ലെസ് പ്രീപെയ്ഡ് എൻഡ് ആഡ് പ്രീപെയ്ഡ് ബിഗിനിങ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സാലറി ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? അതെ സർ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് സാലറി ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ സാലറിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെന്റിലേക്കുള്ള സാലറിയാണ്. മനസ്സിലായോ? തന്നിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ സാലറിയാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെന്റിലേക്കുള്ള സാലറിയാണ്. അപ്പൊ അതെങ്ങനെ ചെയ്താൽ മതി? ഇവിടുന്ന് ആഡ് ചെയ്യാനുള്ളതെല്ലാം ലെസ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉള്ള സംഭവം അതിൽ നിന്ന് ലെസ് prepaid beginning, add prepaid end, add outstanding beginning less outstanding end. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് സാലറി പെയ്ഡ് കിട്ടും. നമുക്ക് കിട്ടുന്നത് പെയ്ഡ്. ഏത് എക്സ്പെൻസും ഇങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ ആണോ അത്?
റിവേഴ്സ് വർക്ക് ചെയ്താൽ മതി. റിവേഴ്സ് വർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്ക് ഇതാണ് വേണ്ടത്. ഓരോ എക്സ്പെൻസിനും നമുക്ക് ഇതിങ്ങനെ ഒരു ഫോർമാറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് എക്സ്പെൻസ് വരുമ്പോഴും നമുക്കൊരു കോളംസ് ഇങ്ങനെ ഇട്ട് പോയാൽ മതി. അപ്പോൾ ഒരു പർട്ടിക്കുലേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോയാൽ മതി. സാലറി, റെന്റ് ഉണ്ടെങ്കിൽ റെന്റ്, അങ്ങനെ ഓരോ കോളം ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഫോർമാറ്റ് ആദ്യം ചെയ്തിട്ടുള്ളൂ. ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രീപെയ്ഡ് ബിഗിനിങ്, പ്രീപെയ്ഡ് എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്, ലെസ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ്. അപ്പൊ പെയ്ഡ് കിട്ടും. എന്ത് എക്സ്പെൻസ് ആണ് നമുക്ക് കോളംസ് ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ എന്തിന്റെ സംഭവങ്ങൾ ഇപ്പൊ വീണ്ടും പകർത്തി എഴുതാണ്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ നമുക്ക് തന്ന സംഭവം ആദ്യം എന്താണ്, എന്തിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്? സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ജനറൽ എക്സ്പെൻസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഓഡിറ്റ് ഫീക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ, സെക്രട്ടറി ഓണറേറിയം അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ്. സർപ്ലസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഫണ്ടിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്യില്ല, അതേപോലെ ഈ സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ കുറെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ട്. ആനുവൽ സ്പോർട്സ് മീറ്റ് റെസീറ്റ്, അതൊരു റെസീറ്റ് ആണ്, അതിനും അഡ്ജസ്റ്റ്മെന്റ്സുകളും ഒന്നും ഇല്ല. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, വായിക്കൂ ഓരോന്നോരോ. ആദ്യം സാലറി എന്ന് പറഞ്ഞു. സാലറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞ സാലറി ആണ്, പക്ഷെ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വർക്കിംഗ് നോട്ടിലേക്ക്, വർക്കിംഗ് നോട്ട് നമ്പർ 1 വന്നിട്ട് 4750 ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 4750 ആണ്. അപ്പൊ നമുക്കൊരു ഒരു പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് നമുക്ക് പിന്നീട് കണ്ടുപിടിച്ച് എഴുതാം. നമുക്ക് സാലറി എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ്സിൽ എഴുതി വെച്ചോളൂ. ഈ എമൗണ്ട് അല്ല, നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ച് എഴുതേണ്ടി വരും. സാലറി എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റിൽ എഴുതുക, എന്നിട്ട് വർക്കിംഗ് നോട്ടിൽ പോവുക. വർക്കിംഗ് നോട്ടിൽ പോയിട്ട് നമ്മളൊരു സാലറി എന്ന് പറഞ്ഞ ഒരു കോളം ആഡ് ചെയ്യുക. കോളം ആഡ് ചെയ്തിട്ട് ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 4750 നമ്മൾ എഴുതി. അതേപോലെ അടുത്ത പേയ്മെന്റ് പറയുന്നത് ജനറൽ എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസിനെ പറ്റിയിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പിന്നീട് നോക്കാം. ജസ്റ്റ് ഇപ്പൊ നമ്മളിവിടെ കോളം ആഡ് ചെയ്യുക, ജനറൽ എക്സ്പെൻസ് ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അത് 500 റുപ്പീസ് ആണ്. 500 റുപ്പീസ്. വീണ്ടും അടുത്ത നെക്സ്റ്റ് പേയ്മെന്റ് ഓഡിറ്റ് ഫീസ് നമ്പർ 3. And audit fees also having some adjustments. So we add one column here, audit fees. Audit fees. There are some adjustments for audit fees. We add one column for audit fees. As per income and expenditure, that is 250. Next item, secretary honorarium. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റും കണ്ടില്ല, ഇല്ലല്ലോ. അപ്പോൾ നേരെ നമുക്ക് പേയ്മെന്റ്സിൽ എഴുതാം. സെക്രട്ടറി ഹോണറേറിയം amount 1000, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല, ഇല്ലെങ്കിൽ നേരെ എഴുതാം 1000. നെക്സ്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതിനും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും കണ്ടില്ല. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 450. ഓക്കെ, ആനുവൽ ഡിന്നർ എക്സ്പെൻസസ് എത്രയാണ് എമൗണ്ട്? 1500. 1500. ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് that is 150. Depreciation, that is not a cash expenditure, so we'll ignore in preparing receipt and payments, but അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യം വരും. അപ്പൊ തൽക്കാലം അവിടെ കിടക്കട്ടെ. The surplus that should be added to the capital. അപ്പൊ എത്രയും നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം എത്ര ബാലൻസ് ഉണ്ടായിരുന്നുള്ളത്. ആഡ് സർപ്ലസ്. ആഡ് സർപ്ലസ് ഇന്നർ കോളത്തിൽ കാണിക്കുക 600. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ താഴെ ഓപ്പണിംഗ് ബാലൻസ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. നമുക്കത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ബാലൻസ്. ആൻഡ് സബ്സ്ക്രിപ്ഷൻ റെസീറ്റ്സിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു വർക്കിംഗ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയുന്നത് എന്താണ്? നമ്മൾ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? Subscription received, add receivable end, less receivable beginning, less received in advance end, add received in advance beginning. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? സബ്സ്ക്രിപ്ഷൻ ഫോർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പക്ഷേ
നമുക്ക് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? സബ്സ്ക്രിപ്ഷൻ ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനുള്ളതെല്ലാം ലെസ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആഡ് ആയിരുന്നു ചെയ്തിരുന്നത്, അത് ലെസ് ചെയ്യുക. ലെസ് റിസീവബിൾ ആൻഡ് ആഡ് റിസീവബിൾ ബിഗിനിങ്. വീണ്ടും ആഡ് received in advance and less received in advance beginning. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വർഷം എത്ര സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാനുള്ളതെല്ലാം ലെസ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്തു. ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ദ എമൗണ്ട് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 7,500. ഫോമാറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഫോമാറ്റ് സെറ്റ് ചെയ്യുന്ന വരെ ചിന്തിക്കേണ്ടതുള്ളൂ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ബോധേടാവേണ്ട. ഓക്കെ, 7,500. എൻട്രൻസ് ഫീക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല. അപ്പൊ നേരെ എഴുതാം എൻട്രൻസ് ഫീ എമൗണ്ട് ദാറ്റ് ഈസ് 250. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഫോർ annual dinner that is 1,000. Then annual sports meet receipt, that is 750. Adjustments are given. First, subscription receivable in the beginning, that is 600. Subscription receivable in the beginning, end of 2015 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. End of 2015. So that is subscription receivable in the beginning ആണ്. നമ്മൾ ചെയ്യുന്ന ഇയർ 2016 ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഇൻ ദ ബിഗിനിങ് ആണ് 600. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ഒരു ബാലൻസ് ഷീറ്റും, ആ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് 31st December 2015. ഇത് നമ്മൾ ഫൈൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഈ വർഷത്തെ തുടങ്ങുമ്പോഴുള്ള ക്യാപിറ്റൽ ഫണ്ട് എത്രയുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ഫൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു അസറ്റ് വന്നു, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ. നമ്മൾ ഏത് ബാലൻസ് ഷീറ്റാണെന്ന് ശ്രദ്ധിക്കണം. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ദാറ്റ് ഈസ് എത്രയാണ്? 600. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 600. അടുത്ത എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2015. അപ്പൊ അതും നമ്മൾ ലയബിലിറ്റി ആണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആണ്. ഏത് ബാലൻസ് ഷീറ്റിൽ? 2015 ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. 2015 ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. That is 450. And that should be adjusted in the subscription account, subscription workings. Subscription received in advance, that is the last item, that is 450. Less ചെയ്യാനുള്ളതാണ് 450. So use minus sign. 450. Then subscription received in advance on December 2016. Subscription received in advance. ഈ third item, ഇവിടെ subscription received in advance എഴുതട്ടെ. ഇവിടെ 270. എവിടെയും കൂടി കാണിക്കണം. received in advance. Then 2016 ബാലൻസ് ഷീറ്റിൽ ഇവിടെ കാണിക്കാം. ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. 2016 ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി കിട്ടിയാൽ അത് ലയബിലിറ്റി ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഔട്ടർ കോളത്തിൽ കയറി കാണിക്കാം 270.
And subscription outstanding on 31st December 2016, that is asset ആണ് 2016 subscription receivable that is 750, and that should also be adjusted in the subscription working അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോർത്ത് വർക്കിംഗിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ N 750. അപ്പൊ സബ്സ്ക്രിപ്ഷന്റെ വർക്കിംഗ്സ് കംപ്ലീറ്റ് ആയി 7170 ആണോ? ഓക്കെ, 7170. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 7500 മൈനസ് 750 പ്ലസ് 600 പ്ലസ് 270 മൈനസ് 450, ദാറ്റ് ഈസ് 7170. റൈറ്റ്? ഇവിടെ 7170. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്. ഇതല്ലേ എമൗണ്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് അല്ലേ? എത്രയാണ്? 400 അല്ലേ? യെസ്, 400. ഇത് എവിടെയും കാണിക്കണം? ബാലൻസ് ഷീറ്റ് 2015 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 400. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്, this one amount 450. അത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം ലയബിലിറ്റി ആയിട്ട്. 2016 ബാലൻസ് ഷീറ്റിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ദാറ്റ് ഈസ് 450. Next, general expense include insurance prepaid to the extent of 60. അത് prepaid at the end. അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ക്യാഷ് റെസിറ്റ് ആൻഡ് പേയ്മെന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ആഡ് ചെയ്യണം. എത്രയാണ് എമൗണ്ട്? പ്രീപെയ്ഡ് എൻഡ് 60. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കാം പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കാം പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട് 60. Audit fee for 2016 is not yet paid. നമ്മൾ ഓഡിറ്റ് ഫീഡ് അഡ്ജസ്റ്റ്മെന്റ്, നോട്ട് യെറ്റ് പെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ആണ് 2016 അതായത് എൻഡിലെ ഓഡിറ്റ് ഫീസ് പേ ചെയ്തിട്ടില്ല. ഓഡിറ്റ് ഫീ ഫോർ 2015 വാസ് പെയ്ഡ് അമൗണ്ടിങ് ടു ₹200. 2015 ഓഡിറ്റ് ഫീസ് നമ്മൾ ഇപ്പൊ പേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2015 ഓഡിറ്റ് ഫീസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. 2015 ഓഡിറ്റ് ഫീസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത് എത്ര എമൗണ്ട്? 2015 ഓഡിറ്റ് ഫീസ് എത്രയാണ് എമൗണ്ട്? 200 ആണ്. 2015 ബാലൻസ് ഷീറ്റിൽ 2015 ബാലൻസ് ഷീറ്റിൽ ഇവിടെ കാണിക്കണം ഓഡിറ്റ് ഫീ ഔട്ട്സ്റ്റാൻഡിങ്, ഓഡിറ്റ് ഫീസ് പേയബിൾ, this amount that is 200. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ അകത്ത് ഒരു 250 രൂപ ഓഡിറ്റ് ഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് ഫീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണുന്നുണ്ട് 250. ആ എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല. ഈ 250 നമ്മൾ പേ ചെയ്തിട്ടില്ല. ഇത് ഈ വർഷത്തെ ഓഡിറ്റ് ഫീസാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരിക ഏത് വർഷത്തെ ഓഡിറ്റ് ഫീസാണ്? 2016 ഓഡിറ്റ് ഫീസാണ്. ആ വർഷത്ത് മാത്രമാണ് എന്തിനകത്ത് ഉണ്ടാവുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് ഉണ്ടാവുള്ളൂ. റൈറ്റ്? 2016 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് 2016 തന്നെ ഓഡിറ്റ് ഫീസാണ്. റൈറ്റ്? അപ്പൊ അത് പേ ചെയ്തിട്ടില്ല. ഈ 250 രൂപ പേ ചെയ്തിട്ടില്ല. അപ്പൊ മൈനസ് 250. റൈറ്റ്? ഓക്കെ, അപ്പൊ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് ഓഡിറ്റ് ഫീസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ബാലൻസ് ഷീറ്റിൽ 2016 ബാലൻസ് ഷീറ്റിലും നമ്മൾ കാണിക്കണം ഈ 250. 2016 ബാലൻസ് ഷീറ്റിലും ഓഡിറ്റ് ഫീ പേയബിൾ 250.
Next, the club owned a freehold lease of ground valued at rupees 10,000. ക്ലബിന് ഒരു ഗ്രൗണ്ട് ഉണ്ട്. സൈഡിൽ കാണിക്കുക ഗ്രൗണ്ട്. അത് ഏത് ബാലൻസ് ഷീറ്റിൽ? നമ്മളെ മെയിൻ ബാലൻസ് ഷീറ്റിൽ ആദ്യം കാണിക്കുക ഗ്രൗണ്ട്. എത്ര എമൗണ്ട് ഗ്രൗണ്ട്? 10,000. പക്ഷെ ഈ ഗ്രൗണ്ട് ഇപ്രാവശ്യം വാങ്ങിയതാന്നുള്ളതിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വർഷം വാങ്ങിയതാണെന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മുമ്പേ ഉള്ള ഗ്രൗണ്ട് ആയിരിക്കും. പഴയ ബാലൻസ് ഷീറ്റിലും ഗ്രൗണ്ട് കാണിക്കുക, പഴയ ബാലൻസ് ഷീറ്റിലും ഈ ബാലൻസ് ഷീറ്റിലും ഗ്രൗണ്ട് കാണിക്കുക 10,000. രണ്ട് ബാലൻസ് ഷീറ്റിലും ഗ്രൗണ്ട് 10,000. മുമ്പേ ഉള്ള അസറ്റ് ആണ് 10,000. സ്പോർട്സ് എക്യുപ്മെന്റ് on 1st January 2016 valued at rupees 2,600. മുമ്പ് ഒരു സ്പോർട്സ് എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു. 2015 തന്നെയുള്ള സ്പോർട്സ് എക്യുപ്മെന്റ് 1/1/2016 അത് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പോ നേരത്തെ ഉണ്ട് 600. സ്പോർട്സ് എക്യുപ്മെന്റ് amount 2,600. and at the end of the year after depreciation this equipment amount to rupees 2,700 ആയി. 2,600 ഉള്ളൂ സ്പോർട്സ് എക്യുപ്മെന്റ്. റൈറ്റ്, ചെക്ക്. 2,600 ഉള്ളൂ സ്പോർട്സ് എക്യുപ്മെന്റ്. അത് ഡിപ്രീസിയേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ എമൗണ്ട് കൂടിയെന്ന് 2,700 ആയിന്ന്. 2,700 ആയിന്ന്. അതെങ്ങനെയാണത് 2,700 ആവുന്നത്? പറയൂ, എങ്ങനെയാണ് 2,700 ആവുന്നത്? പുതിയ സ്പോർട്സ് എക്യുപ്മെന്റ് ഏതെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരിക്കണം. പുതിയ സ്പോർട്സ് എക്യുപ്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ വർക്കിംഗ് നോട്ട് നമ്പർ 5 സ്പോർട്സ് എക്യുപ്മെന്റ് പർച്ചേസ്ഡ്. ഈ വർഷം നമ്മൾ എത്ര സ്പോർട്സ് എക്യുപ്മെന്റ് വാങ്ങി എന്നുള്ളത് നോക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം അത്? നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് അഡീഷൻസ് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താലാണ് ക്ലോസിംഗ് ബാലൻസ് കിട്ടുക. ഈ 2,600 കൂടെ ഈ വർഷം വാങ്ങിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,700 കിട്ടും അല്ലേ? നേരത്തെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. കുറച്ച് എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്ത എക്യുപ്മെന്റ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എക്യുപ്മെന്റ് കിട്ടില്ലേ എല്ലാവരും? കിട്ടും. അപ്പൊ നമ്മൾക്ക് റിവേഴ്സ് വർക്ക് ചെയ്യാം. നമുക്ക് ബാലൻസ് ഉള്ള എക്യുപ്മെന്റ് ഇത്രയാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ ഡിപ്രീസിയേഷൻ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്പണിംഗ് ഉള്ള ഈ 2,600 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം വാങ്ങിയെന്ന് കിട്ടില്ലേ? ശ്രദ്ധിക്കടാ. ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, അഡീഷൻസ് ഉണ്ട്. ഓക്കെ, അഡീഷൻസ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ അഡീഷൻസ് ആണ്. നമുക്ക് ഇതൊക്കെ അറിയാം. ക്ലോസിംഗ് അറിയാം, ഡിപ്രീസിയേഷൻ അറിയാം, ഓപ്പണിംഗ് അറിയാം. അപ്പൊ നമ്മൾ ഈ അഡീഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ക്ലോസിംഗ് പ്ലസ് ഡിപ്രീസിയേഷൻ മൈനസ് ഓപ്പണിംഗ്. റൈറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ്. എന്നിട്ട് ആദ്യം ക്ലോസിംഗ് ലെസ് ഡിപ്രീസിയേഷൻ അല്ല, ആഡ് ഡിപ്രീസിയേഷൻ മൈനസ് ഓപ്പണിംഗ്. നമുക്ക് ഈ വർഷത്തെ അഡീഷൻസ് പറയൂ. ക്ലോസിംഗ് എത്രയാണ്? ക്ലോസിംഗ് 2,700 ആണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണാം. ഡിപ്രീസിയേഷൻ എത്രയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ 300 രൂപയാണ്. 300. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണുന്നത് 2,600 ആണ് അല്ലെ? 2,600 ആണ്. ലെസ് ചെയ്യണം. 2,600 ഇവിടെ ലെസ് ചെയ്യണം. അപ്പൊ അഡീഷൻസ് എത്രയുണ്ടായി? അഡീഷൻസ് 400 റുപ്പീസിന്റെ സ്പോർട്സ് എക്യുപ്മെന്റ് ആണ് ഈ വർഷം വാങ്ങിയത്.
400 റുപ്പീസിന്റെ സ്പോർട്സ് എക്യുപ്മെന്റ് ഈ വർഷം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേയ്മെന്റിൽ വന്നിട്ട് സ്പോർട്സ് എക്യുപ്മെന്റ് പർച്ചേസ് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. പേയ്മെന്റ് സൈഡിൽ പോയിട്ട് സ്പോർട്സ് എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മുടെ വർക്കിംഗ് നോട്ട് നമ്പർ എത്രയായിരുന്നു? 5. Sorry. Sports equipment. The club has raised a bank loan 2,000 rupees. This was outstanding throughout 2016. ഒരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, 2015 എടുത്താണ്. അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ബാലൻസ് ഷീറ്റിലും ഒരു ബാങ്ക് ലോൺ കാണിക്കണം. രണ്ട് ബാലൻസ് ഷീറ്റിലും ബാങ്ക് ലോൺ, രണ്ട് ബാലൻസ് ഷീറ്റിലും 2,000. On 31st December 2016, the cash in hand amount to 1,600. അപ്പൊ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് പറയുന്നുണ്ട്. ബൈ balance carried down, cash balance that is 1,600. ഇനി നമ്മൾ വർക്കിംഗ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഈ വർക്കിംഗ്സ് ആദ്യം സാലറി നമുക്ക് കിട്ടിയത് 4,700 ആണ്. ഇവിടെ കൊടുത്തിട്ട് അത് എഴുതുക. സാലറി 4,700, പേയ്മെന്റിൽ 4,700. അടുത്തത് ജനറൽ എക്സ്പെൻസിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ജനറൽ എക്സ്പെൻസ് 500 + 60 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 560. Then ഓഡിറ്റ് ഫീസിൽ 200. അപ്പൊ ആ വർക്കിംഗ്സ് കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന്റെ വർക്കിംഗ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന്റെ വർക്കിംഗ്സ് നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയതാണ്. സ്പോർട്സ് എക്യുപ്മെന്റിന്റെ നമ്മൾ എടുത്ത് എഴുതിയതാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ ഈ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ക്യാഷ് ബാലൻസ് ബിഗിനിങ്ങിൽ എത്ര ഉണ്ട് നോക്കണം. ക്യാഷ് ബാലൻസ് ബിഗിനിങ്ങിൽ എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഒന്ന് ടോട്ടൽ ചെയ്യുക. ഫസ്റ്റ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ആദ്യം ടോട്ടൽ ചെയ്യാം. നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ടോട്ടൽ ചെയ്യാം. 10,560. ഇവിടെ അത്രയും വരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ is 10,560 മൈനസ് സം ഓഫ് എല്ലാം ഒന്ന് അതിലേക്ക് മൈനസ് ചെയ്യാം. എല്ലാം ഇവിടുന്ന് മൈനസ് ചെയ്യാം. അപ്പോ 1,390 ഉണ്ട് ഒരു ക്യാഷ് ബാലൻസ്. അപ്പൊ ആ ക്യാഷ് ബാലൻസ് നമ്മൾ ഇവിടെ കൊടുന്ന് എഴുതുക. 31st December 2015 ബാലൻസ് ഷീറ്റിൽ 1,390 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടല് 14,590 ആവും. അത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 14,590 മൈനസ് സം ഓഫ് എല്ലാം മൈനസ് ചെയ്യാം. 11,540 ആണ്. റൈറ്റ്, 11,540 ആണ്. 11,540 നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക. 11,540 അതിലേക്ക് സർപ്ലസ് ആഡ് ചെയ്യുക. 12,140 ആയി. ഓപ്പണിംഗ് ബാലൻസ് ആഡ് സർപ്ലസ് 12,140. then you total the balance sheet tally. Yes, asset side le cash in hand എഴുതണ്ടേ? asset side ൽ cash in hand എഴുതണം. വെരി ഗുഡ്. cash balance ഇതാണ് നമ്മുടെ ക്യാഷ് ബാലൻസ്. നമ്മൾ എഴുതാൻ നേരത്തെ അതും വിട്ടുപോയി. 1,600 ക്യാഷ് ബാലൻസ് 1,600. ഇനി നമ്മുടെ ടോട്ടല് ശരിയാവും. 15,140.